ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജഗന്നാഥൻ്റെ അത്യത്ഭുതമായിട്ടുള്ള പാസ് ടൈംസ്, ലീലകളാണ്. അതെല്ലാവർക്കും അത് രസിക്കുന്നുണ്ട്, അത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. പല പല കഥകളും ജഗന്നാഥനെക്കുറിച്ചിട്ടുണ്ട്, പറഞ്ഞാൽ അവസാനിക്കാത്ത കഥകൾ എന്നാണ്. ഒരിക്കൽ ശ്രീല പ്രഭുപാദരോട് ഒരാൾ ചോദിക്കുന്നു, ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ ചോദിക്കുകയാണ്, അല്ല ഇത്രയും ഗ്രന്ഥങ്ങൾ എന്തിനാണ് അങ്ങ് എഴുതണത്? അനേകം ഗ്രന്ഥങ്ങൾ അങ്ങ് എഴുതുന്നുണ്ടല്ലോ, അനേകം പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യണതെന്ന് ചോദിക്കുകയാണ്, എങ്ങനെ അത് സാധിക്കണത് എന്നുള്ളത്. ആ സമയത്ത് ശ്രീല പ്രഭുപാദർ പറയുന്നു, ഇപ്പോൾ ഈ ബോംബെ എന്നുള്ള സ്ഥലത്ത് എത്ര പത്രങ്ങളുണ്ടാവും, എത്ര പത്രങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ കൽക്കത്തയിൽ, അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും, സാധാരണ സ്ഥലങ്ങളിൽ പോലും അവിടുത്തേതായിട്ടുള്ള പത്രങ്ങളുണ്ട്. അപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത പത്രങ്ങൾ, ന്യൂസ് പേപ്പറുകൾ, അതിൻ്റെ കഥകൾ അത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇന്ത്യയിൽ തന്നെ ഇത്രയും പത്രങ്ങളുണ്ട്, മറ്റുള്ള രാജ്യങ്ങളിൽ അത്രയും ന്യൂസ് ഏജൻസികൾ അതുണ്ട്. അപ്പോൾ ഈ ഒരു ഭൂമിയിൽ തന്നെ ഇത്രയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയല്ലേ ആത്മീയമായ ലോകങ്ങൾ. ആകെയുള്ള ആ പ്രപഞ്ചത്തിൻ്റെ ഒരു 1/3, ഒരു 1/3 ഭാഗം മാത്രമേ ഈ ഭൗതിക ലോകമുള്ളൂ, മറ്റേതെല്ലാം ആത്മീയ ലോകങ്ങളാണ്. അപ്പോൾ അതിൽ ആത്മീയ ലോകങ്ങളിൽ അതാണ് അണ്ടാന്തരസ്ഥ പരമാണുദയാന്തരസ്ഥം, അണ്ടകോടി എന്നാണ് പറയുന്നത്. കോടി ബ്രഹ്മാണ്ടങ്ങളിൽ എത്രയാണ് ഭഗവാന്റെ ലീലകൾ നടക്കണത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളാൻ നമ്മളുടെ മനസ്സിന് സാധിക്കില്ല. അപ്പോൾ ഓരോ നിമിഷവും ഭഗവാൻ അത്ഭുത ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എത്ര എഴുതിയാലും കഴിയാത്തതാണ്. അൺലിമിറ്റഡ് എന്ന് പറയും, അനന്തൻ എന്ന് ഭഗവാനെ പറയാൻ അതാണ് കാരണം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുള്ള ഭക്തൻ ശ്രീല പ്രഭുപാദരെ വീണ്ടും നമസ്കരിച്ചു. അങ്ങനെ ഒരു കഥ ഗുരുനാഥന്മാർ, ഗുരു മഹാരാജൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ ഈ ജഗന്നാഥൻ്റെയൊക്കെ കഥകൾ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ എത്ര പറഞ്ഞാലും കഴിയാത്തതാണ്. എന്നാൽ പറഞ്ഞത് കേട്ടിട്ട് ഇനി മതിയെന്ന് വരുമോ? അങ്ങനെ പ്രതിനിമിഷ നവീനായ എന്ന് പറയാം, എത്ര കേട്ടാലും മതി എന്ന് തോന്നില്ല. ഇവിടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് ഒറീസയെ ഒരു മുസ്ലിം രാജാവ്, താക്കി ഖാൻ എന്നുള്ള രാജാവ് ആക്രമിച്ചു. എന്നിട്ട് അതിനെ കീഴടക്കിയിട്ട് അവിടുത്തെ രാമദേവൻ എന്നുള്ള രാജാവിനെ ജയിലിലടച്ചിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ സമയത്ത് ഈ താക്കി ഖാൻ മുസ്ലിം രാജാവ് ഈ രാമദേവൻ എന്നുള്ള രാജാവിനെ കാണാനായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഈ ജഗന്നാഥനെ വിട്ടു തരാം, പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങ് എൻ്റെ മകളെ കല്യാണം കഴിക്കണം, എന്നാൽ വിട്ടു തരാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മതം സ്വീകരിക്കണം, ജഗന്നാഥനെ വിട്ടു തരാനും തയ്യാറാണ്, എന്നാൽ എന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് എന്ത് വേണമെന്നറിയാതെയായി. മരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല, സങ്കടം തോന്നില്ല. പക്ഷേ ജഗന്നാഥനെ എങ്ങനെ വിട്ടുകൊടുക്കുക? ഒരു മുസ്ലിം ആയിട്ടുള്ള ആ വിഭാഗത്തിൽ എങ്ങനെയാണ് താൻ ജീവിക്കുക? അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. അദ്ദേഹം ഭഗവാനെ വിളിച്ച്, ജഗന്നാഥനെ വിളിച്ച് അത്രയും ദുഃഖത്തോടുകൂടെ വിലപിക്കുക ചെയ്യണത്. ഭഗവാനെ, എനിക്ക് അവിടുത്തെ വിടാൻ വയ്യ, എന്നാൽ ഈ മുസ്ലിം ആവാനും വയ്യ, മരിക്കണമെങ്കിൽ മരിക്കാൻ തയ്യാറാണ് ഞാൻ എന്ന് അദ്ദേഹം വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ താക്കി ഖാൻ്റെ ഭാര്യ രഹസ്യമായിട്ട് തൻ്റെ മകളോട് കൂടിയിട്ട് വന്ന് ഈ രാമദേവ് രാജാവിനെ കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ താക്കി ഖാൻ എന്നുള്ള രാജാവിന് അനേകം ഭാര്യമാരുണ്ട്, അതിൽ ഒരാൾ ഞാനാണ്. ഞാനാണെങ്കിൽ വാസ്തവത്തിൽ ബ്രാഹ്മണ കുടുംബത്തിലാണ്, ഹിന്ദു കുടുംബത്തിലാണ്, ബ്രാഹ്മണനാണ്.
അപ്പോൾ എൻ്റെ മകളാണ് ഇപ്പോൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ വിവാഹം കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ രഹസ്യമായിട്ട് ഹിന്ദു ആചാരപ്രകാരമാണ് ജീവിക്കുക. റസിയ എന്നാണ് പെൺകുട്ടിയുടെ പേരങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഹിന്ദു ആചാരപ്രകാരമാണ് ജീവിക്കുന്നത്. ഒരു പരിശുദ്ധമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്നും ഒരണു പോലും എൻ്റെ മകൾക്ക് ഒരു വീഴ്ച വന്നിട്ടില്ല. അങ്ങ് സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങക്ക് ഈ ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ചെന്നാൽ ദോഷം അങ്ങക്ക് വരില്ല എന്ന് കേട്ട സമയത്ത് ഈ രാമദേവ രാജാവ് ഈ പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായി എന്നാണ്. അപ്പോൾ അദ്ദേഹം പെൺകുട്ടി വിവാഹം കഴിച്ചു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിനെ വിട്ടുകൊടുക്കുകയും ചെയ്തു താക്കി ഖാൻ എന്നാണ്. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റുള്ള ഹിന്ദുക്കൾക്ക്, അമ്പലത്തിലെ അധികാരികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മുസ്ലിം രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ട് പിന്നെ ജഗന്നാഥൻ അവകാശം സ്ഥാപിക്കാൻ വരണോ? ആരും ഭഗവാന് ജഗന്നാഥ ക്ഷേത്രം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാരണം മതം മാറി കാഫിറായി, മുസ്ലിമായി. ഇനി എന്തിനാ ഈ ഒരു ക്ഷേത്രത്തിന് അവകാശപ്പെട്ട് വരുന്നത്? ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കടക്കാനേ പാടില്ല, പരിസരത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാമദേവ രാജാവ് ആ ക്ഷേത്രത്തിൻ്റെ കുറേ ദൂരത്തിരുന്നു, അനേകം ഒരു മൈലൊക്കെ ദൂരത്തിരുന്നു കൊണ്ട് ഭഗവാനെ വിളിച്ച് കരയുന്നു. എൻ്റെ ഭഗവാനെ, ഞാൻ അവിടുത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഭഗവാനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഭഗവാൻ ഈ ക്ഷേത്രത്തിനെ തിരിച്ചു കിട്ടിയത്. പക്ഷേ എന്നെ സ്വീകരിക്കില്ല എന്ന് ഇവിടെ എല്ലാവരും പറയുന്നു. ഞാൻ എന്ത് വേണം ഭഗവാനെ? അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ കുറേ ദൂരത്തായി അവിടെ ഇരുന്നു കൊണ്ട് വിലപിക്കുകയാണ്. ഉറങ്ങാതെ, ഊണ് കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ ഇരുന്നു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, എന്തുകൊണ്ട് രസ്ഖാൻ എന്നുള്ള ഒരു ആളുടെ, മുസ്ലിമാണ് അദ്ദേഹം, ആ സേവ ഭഗവാൻ സ്വീകരിച്ചില്ലേ? രസ്ഖാൻ അക്ബർ മഹാരാജാവിൻ്റെ സേനാധിപനായിരുന്നു എന്നാണ്. അവിടെ ഒരിക്കൽ അദ്ദേഹത്തിന് ഇവിടെ വൃന്ദാവനത്തിൽ നിന്നും ഒരു സന്യാസി വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ രാധാകൃഷ്ണന്മാരുടെ ഒരു വിശേഷപ്പെട്ട ഫോട്ടോ കൊടുക്കണം, മൂർത്തിയും കൊടുക്കണം. ഇത് കണ്ടതോടുകൂടി അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആഗ്രഹം വൃന്ദാവനത്തിൽ വരാനായിട്ട്. അങ്ങനെ അദ്ദേഹം ശ്രീധാം വൃന്ദാവനത്തിൽ എത്രയോ തവണ വന്നതോടുകൂടി അദ്ദേഹത്തിന് ഈ മുസ്ലിം എന്നുള്ള ആ ഒരു മതത്തിൽ ഇരിക്കണമെന്ന് തോന്നാതെയായി. അദ്ദേഹം ശരീരത്തിൽ എത്രയോ കണ്ടിമാല കഴുത്തിൽ മാത്രമല്ല, തുളസി മാലകൾ ശരീരത്തിൽ മുഴുവൻ അണിഞ്ഞിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഒരാൾ, എന്തിനാണ് ഇത്രയും തുളസിമാല, കണ്ടിമാല ധരിക്കും പോലെ കൈകളിൽ, പിന്നെ കഴുത്തിൽ, പിന്നെ കാലിൽ, എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ ഈ ഒരു തുളസിമാല, ചെറിയ തുളസി കൊണ്ടുള്ള മാല അദ്ദേഹം ധരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തിനാ ചോദിച്ച സമയത്ത് അദ്ദേഹം പറയാണ്, ഈ ഒരു കണ്ടിമാല ധരിച്ച യമധർമ്മരാജാവ് തിരിഞ്ഞു നോക്കില്ല നമ്മളെന്ന് പറയാറുണ്ട്. ഞാനത് എത്രയോ ഇരട്ടി പാപം ചെയ്തിട്ടുണ്ട്. ഞാനൊരു മുസൽമാനാണ്. അപ്പോൾ എത്ര ഞാൻ പ്യൂരിഫൈഡ് ആവണം എൻ്റെ ഭഗവാൻ്റേതായിട്ട് മാറാൻ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ആ കൂടെ ഉള്ളവർ മുഴുവൻ ഉപേക്ഷിച്ചു. അദ്ദേഹം പുതിയ ജഗന്നാഥ ക്ഷേത്രത്തിൽ വന്നിരുന്നു കൊണ്ട് പറയുന്നു, അവിടുന്ന് എൻ്റെ സേവ സ്വീകരിക്കണം. സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ജഗന്നാഥൻ എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ജഗത്തിൻ്റെ മുഴുവൻ നാഥൻ, എൻ്റെയും കൂടി, ഈ ജീവൻ്റെയും കൂടി നാഥനല്ലേ, എന്തുകൊണ്ട് സ്വീകരിക്കണില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഭഗവാൻ ദർശനം കൊടുത്തു എന്നാണ് പറയണത്. അങ്ങനെ രസ്ഖാനെ ഭഗവാൻ ദർശനം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ രസ്ഖാനെ അനുഗ്രഹിച്ചിട്ടുള്ള ഭഗവാനെ എന്തുകൊണ്ട് അവിടത്തേക്ക് വേണ്ടി മാത്രം ജീവിതം അർപ്പിച്ചിട്ടുള്ള എന്നെ അവിടുന്ന് സ്വീകരിക്കണില്ല എന്ന് വിലപിച്ചു അദ്ദേഹം. അന്ന് രാത്രി ജഗന്നാഥൻ ഈ രസ്ഖാന് വാസ്തവത്തിൽ എന്താ അനുഭവം ഉണ്ടായത്? അദ്ദേഹം ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് ജഗന്നാഥൻ വന്നു. അതാണ് പതീത പാവന ജഗന്നാഥൻ എന്ന്. ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തായിട്ട് ഇന്നും ആ വിഗ്രഹത്തിനെ ജഗന്നാഥൻ്റെ വിഗ്രഹത്തിനെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഭഗവാൻ തന്നെ വന്നത് എന്ന് ഉറപ്പായത്? ഭഗവാൻ ശീലകത്തു നിന്ന് ഇറങ്ങി ഭഗവാന്റെ കഴുത്തിൽ
തുളസിമാലുണ്ട്. ആ തുളസിയിൽ നിന്നും ഓരോ തുളസി പൂവ് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഇതുവരെ രസ്ഖാൻ ഇരിക്കുന്ന സ്ഥലത്ത് വരെ ആ തുളസിയുടെ പൂക്കൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. രസ്ഖാൻ്റെ അടുത്തെത്തിയപ്പോൾ ആ തുളസിമാല അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ കഴുത്തു നിന്ന് താഴെ വീണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്ന് വീണു. രസ്ഖാനെ ഭഗവാൻ സ്വീകരിച്ചു. അതേപോലെ എന്തുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് എന്നെ സ്വീകരിക്കണില്ല? അദ്ദേഹം വിലപിച്ചു. അങ്ങനെ ജഗന്നാഥൻ, ആ പതിയത പാവന ജഗന്നാഥൻ നാഥനായിട്ട് ഭഗവാൻ അവിടെ ദർശനം കൊടുത്തു. എന്നിട്ട് ഭഗവാൻ പറയുന്നു, അങ്ങ് പേടിക്കണ്ട, ഈ സംഭവങ്ങളെല്ലാം അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നിട്ട് ജഗന്നാഥൻ നേരെ ആ ക്ഷേത്രത്തിലെ അധികാരികൾക്ക്, പുരോഹിതന്മാർക്കൊക്കെ ദർശനം കൊടുത്തുകൊണ്ട് ദേഷ്യത്തോടു കൂടി പറയുന്നു, എനിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മതം മാറിയത്, എനിക്ക് ഈ ക്ഷേത്രം എന്നെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇവിടെ വീണ്ടും രാജാവായിട്ട് അവരോധിച്ചില്ലെങ്കിൽ ഞാൻ ഈ ക്ഷേത്രം വിട്ടു പോകും, ഞാൻ ഇവിടെ ഭൂമിയുടെ ഇടയിലേക്ക് താണു പോകും എന്ന് ഭീഷണിപ്പെടുത്തിയ ജഗന്നാഥൻ എന്നാണ്. ജഗന്നാഥന് അത്രയും കരുണയുണ്ട്. അതിനനുസരിച്ച് രാമദേവ രാജാവിനെ വീണ്ടും ആ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ ക്ഷേത്രത്തിന് അധികാരമായി ആ ഒറീസയുടെ ചക്രവർത്തിയായിട്ട്, രാജാവായിട്ട് വീണ്ടും അഭിഷേകം ചെയ്തു എന്നാണ്. ഇത് ജഗന്നാഥൻ്റെ കരുണയുടെ കഥയാണ്. ആര് ഭഗവാനെ സേവിച്ചാലും ഭഗവാൻ അവരെ അനുഗ്രഹിക്കാതിരിക്കില്ല. ഏത് മതം, ഏത് ജാതി, ഏത് വിഭാഗം, സ്ത്രീയാണോ പുരുഷനാണോ, ഇതൊന്നും നരനാണോ വാനരനാണോ, ഭഗവാൻ ഇതൊന്നും നോക്കില്ല, ഭഗവാൻ അനുഗ്രഹിക്കാറുണ്ട്. വിശേഷപ്പെട്ട ഒരു ആഖ്യാനമാണ് ഇത്. ഇത് ഗുരുനാഥന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളാണ്. പിന്നെ ആ ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചിട്ടുള്ള കഥകളാണ്. അതൊരിക്കലും അത് ആധികാരികമല്ലാതെ അത് നിസ്സാരമായിട്ട് ആരും കണക്കാക്കരുത്. സംഭവിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. ഹരേ കൃഷ്ണ.